മാമ്പഴക്കാലമല്ലേ, നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു മാംഗോ ഡെസേർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുത്താലോ. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1.5 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാം, അല്ലെങ്കിൽ നോർമൽ കവർ പാൽ എടുത്താലും മതിയാവും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരുപാട് കുറുകാനായിട്ട് നിൽക്കേണ്ട. ഒരു അല്പത്തെ കുറുകി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനൊരു 2 മാങ്ങ എടുത്ത് നല്ല പഴുത്തിട്ടുള്ള നല്ല മാങ്ങ എടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ. ഇനി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് നല്ല ചൂടുണ്ടായിരിക്കണം. ആ ഒരു സമയത്ത് വേണം നമ്മൾ ഈ മാങ്ങ ചേർത്ത് കൊടുത്ത് ഇളക്കാനായിട്ട്. ഇത് രണ്ടും കൂടി ഒന്ന് നന്നായി മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മാങ്ങയും ഒരല്പം ചവരി എടുത്ത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കസ്കസ് അല്പം വെള്ളത്തിലിട്ടതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നട്ട്സും ചെറീസും ഉണ്ടെങ്കിൽ അതുകൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രീസറിലേക്കോ ഫ്രിഡ്ജിലേക്കോ വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത് കട്ടിയായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.